ഹൈദരാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലത്തിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മൃതദേഹം നാളെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. മദ്യപാനമായിരുന്നു, അതായത് ഫുള്ള് ഈ പറഞ്ഞ മദ്യത്തിന് അഡിക്റ്റായി മാറുമായിരുന്നു. പിന്നെ ഇവിടെ ഉപദ്രവിക്കുക, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ രഞ്ജിത സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാൻ രഞ്ജിതയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ രാവിലെ 7 മണിയാകുമ്പം രഞ്ജിതയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ എയർ ഇന്ത്യ തന്നെ അവരുടെ വീട്ടിലെത്തിക്കുകയൊക്കെ ചെയ്യും. വൈകിട്ടാണ് സംസ്കാരവും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ആക്സിഡന്റ് നടന്നതിൻ്റെ പിറ്റേ ദിവസം ബ്രദർ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. DNA കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, DNA കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ അനിയൻ്റെ ആയിട്ടല്ല ഇപ്പം മാച്ച് ആയിട്ടുള്ളതെന്ന് പറയുന്നു, അമ്മയുടെ ആയിട്ടാണെന്നാണ് ഇപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും രഞ്ജിതയുടെ ബോഡിയും കാര്യങ്ങളും നാളെ 7 മണിയാകുമ്പം അവരുടെ വീട്ടിലെത്തും. വൈകിട്ടാണ് അടക്കവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ്. പിന്നെ ഓൾറെഡി ഞാൻ ഹസ്ബൻഡിൻ്റെ കാര്യം ജിനൂസ് ഏട്ടൻ ഈ പറയുന്ന അവരുടെ നാട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. ജിനൂസ് 2.0 ആ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ടുള്ളായിരുന്നു. ഒരു മദ്യപാനിയായിരുന്നു. മദ്യപാനി എന്ന് വെച്ചാൽ ആ ചേച്ചിനെ അടിച്ച് പൊട്ടിക്കുന്ന ഒരു തരത്തെ ഇതായിരുന്നു അയാളുടെ സ്വഭാവവും കാര്യങ്ങളും. ഒരു വൃത്തിയായിട്ടൊരു ക്യാരക്ടറായിരുന്നു. അയാൾക്ക് 2 വീടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ആർമിക്കാരനായിരുന്നു. അദ്ദേഹം റിട്ടയർഡായി വന്നതിനൊക്കെ ശേഷം കുടി, അടി, തൊടി മാത്രം. അപ്പം 2 കുഞ്ഞുങ്ങൾ അവർക്കുള്ളത്. ഒന്ന് 7 പഠിക്കുന്നു, ഒന്ന് 10 പഠിക്കുന്നു. ഒരു വീടിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അവർ ഈ പറയുന്ന പോലെ UK അവിടെ പോവുകയൊക്കെ ചെയ്തത്. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്. ഇവർക്കെതിരെ ജാതിയുടെ പേരും പറഞ്ഞിട്ട് ഒരു പരനാറി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, ഒരു പോസ്റ്റ്. അതിൻ്റെ താഴെയുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് അവനിപ്പം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെയുള്ള കുറേ ചെറ്റുകൾ, കാരണം മരണത്തിന് പോലും വില കൊടുക്കാത്ത കുറേ പട്ടികളുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ്. ഓക്കെ, എന്തായാലും അത് സംബന്ധമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എന്തായാലും നാളെ ബോഡിയും കാര്യങ്ങളും എത്തുകയൊക്കെ ചെയ്യും. നമുക്ക് രഞ്ജിതയെക്കുറിച്ച് അറിയാൻ പിന്നെ VV ഹിയർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഈ പറയുന്ന ജിനൂസ് ഏട്ടൻ്റെ ഒരു റെക്കോർഡും കൂടെ വന്നിട്ടുണ്ട്. അതും കൂടെ ഞാൻ നിൽക്കൊന്ന് വെച്ചുതരാം. ഈ ഹസ്ബൻഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അദ്ദേഹം ഇനി വന്നുകൂടെ, കുട്ടികളെ ഏറ്റെടുത്തുകൂടെ? അപ്പം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചിലപ്പോൾ വരുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയുക എന്നുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും പറഞ്ഞൊരു കാര്യം, അവൻ വന്നാൽ ഇനി അവനെ കയറ്റരുത്. കാരണം ഇനി ഇവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ കൈപ്പറ്റാനാണ് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെ അവൻ വരുവാണെങ്കിൽ കയറ്റുകയോ ചെയ്യരുത്. കാരണം പിള്ളേർക്ക് അവകാശപ്പെട്ട ഒരു കാര്യമാണ്. ഇവൻ വന്നിട്ട് കൈയിട്ട് വരത്തില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് അവൻ വരണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നമുക്ക്. മലയാളി രഞ്ജിതയുടെ DNA പരിശോധനാ ഫലത്തിലൂടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. മൃതദേഹം നാളെ നാട്ടിലേക്ക് എത്തിക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. ശരത്ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. കാരണം ഒരുപാട് ആൾക്കാർ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. പക്ഷേ രഞ്ജിതയുടെ ഇപ്പോൾ കിട്ടി, അതൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും നാളെ അടക്കം കാര്യങ്ങളാണ്. ഞാൻ ആലോചിക്കുന്ന ആ കുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴേ, അന്ന് ആ നാറികൾ മീഡിയക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ആ അമ്മയുടെ അടുത്ത് മകളെ പറ്റി ചോദിക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ട് ആ കൊച്ചു പൊട്ടിക്കരയുമായിരുന്നു സത്യം പറഞ്ഞത്. അങ്ങനെ കുറേ മീഡിയക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു സമയത്ത് മരണ വീട്ടിലാണ്. അതും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ അഫ്നാന്റെ കേസ് കേട്ടിലാണെങ്കിൽ പോലും അവൻ ആ പെണ്ണിനെ എല്ലാം വെട്ടി നുറുക്കി ഒരു പരിവാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അനിയനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് കാണണമായിരുന്നു. ദേവി ഇത് മീഡിയക്കാരെ അങ്ങോട്ട് ചെല്ലരുത്. ബോഡി കൊണ്ട് ഇനി മുന്നിൽ വെച്ചിട്ട് നീയൊക്കെ മൈക്ക് തൂക്കിക്കൊണ്ട് ചെല്ലുമെന്നാണ് എൻ്റെ ഒരു പേടി. സീരിയസ്ലി അങ്ങനെ വല്ല കാണുവാണെങ്കിൽ എൻ്റെ പൊന്നു നാട്ടുകാരെ അവിടെ ഇട്ടോ വരെ പൊട്ടിച്ചേരി, ഒരു കുഴപ്പമില്ല. എപ്പോഴാണ് DNA മാച്ച് ഫലം പുറത്തു വന്നിരിക്കുന്നത്? എപ്പോഴാണ് മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുക, പത്തനംതിട്ടയിലേക്ക്? ഇന്ന് 11 മണിയോടുകൂടിയാണ്, 11-നും 12 മണിക്കിടയിലാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. അമ്മയുടെ DNA ടെസ്റ്റുമായിട്ട് DSA സാമ്പിളുമായിട്ടാണ് മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങാനുള്ള നടപടിക്രമങ്ങൾ സഹോദരൻ ഇപ്പോൾ ആശുപത്രിയിലുണ്ട്, സംസാരിച്ചിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം എയർ ഇന്ത്യ അത് നാളെ രാവിലത്തോടുകൂടി നാളെ തന്നെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നാളെ രഞ്ജിതയുടെ ഭൗതിക ശരീരം കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാവേണ്ടതുണ്ട്. അതുപോലെ വിമാനത്തിൽ കൊണ്ടുപോകേണ്ടത് ചുമതല എയർ ഇന്ത്യക്കാണ്. എയർ ഇന്ത്യ തന്നെ കൊച്ചിൻ വിമാനത്താവളത്തിൽ ഇത് എത്തിക്കുമെന്നാണ് നമ്മളോട് സഹോദരൻ വ്യക്തമാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ച് എത്ര സമയം, ഏത് ഫ്ലൈറ്റില് എന്ന കാര്യങ്ങൾ എയർ ഇന്ത്യ പിന്നീട് അറിയിക്കുമെന്നാണ് കുടുംബാംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ തന്നെ മൃതദേഹം എത്തിക്കുമെന്ന് തന്നെയാണ് സഹോദരന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ എയർ ഇന്ത്യ ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ നടക്കുകയാണ്. പോത്തൻ നാളെ കൊച്ചിയിലാണ് ബോഡിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ആ കമന്റ് ഇട്ട നാറിയെക്കുറിച്ചാണ്. എടാ, നാളെ നീ ഇരുന്ന് ആഹാരം കഴിക്കാൻ നേരത്ത് നീ കണ്ടോ? ഇറങ്ങത്തില്ലടാ, നിനക്ക് ഇറങ്ങത്തില്ല. കാരണം നിന്റെ സംസാര രീതിയല്ല അതുപോലായിരുന്നു. നിന്റെ കമന്റിലാണെങ്കിലും നിന്റെ രീതിയിൽ അവന്റെ മട്ടുഭാവമൊക്കെ ഒന്ന് കാണുമായിരുന്നു. പോലീസുകാരൊക്കെ അറസ്റ്റ് ചെയ്തപ്പോൾ അവന്റെ പാൻറ്റിനകത്ത് കൈയിട്ടുകൊണ്ടിരുന്ന ഞാനാണ് ഇവിടുത്തെ കോടതി, ഞാനാണ് ഇവിടെ എല്ലാം. ഇവനെ പോലുള്ള നാറികൾക്കൊക്കെ എൻ്റെ പൊന്ന അധികാരവും കാര്യങ്ങളൊക്കെ കിട്ടി മുടിഞ്ഞു പോകും നമ്മുടെ നാട്. സീരിയസ്ലി ഞാൻ പറഞ്ഞല്ല, മുടിഞ്ഞു പോകും.
ഓക്കെ, എന്തായാലും അവരുടെ വീട് അവരെന്തിനു വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ UK യിലൊക്കെ പോയാൽ മക്കൾക്ക് വേണ്ടിയാണ്. വീടും കാര്യങ്ങളും. ഒരാൾ ഒറ്റയ്ക്ക് കിടന്ന് ഓടുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് തോന്നി പോലെ രീതി നടക്കുന്ന കുറേ ഹസ്ബൻഡുമാരുണ്ട്. പറഞ്ഞു മനസ്സിലായി. തുമ്പത്ത് ചൊറിച്ചിൽ വരുമ്പോൾ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. ഇതെല്ലാം കഴിഞ്ഞ് പോറ്റാനും ചെലവിനും കാര്യങ്ങളും ഒന്നും ഇല്ല. അതിനൊന്നും പറ്റത്തില്ല. അതിനിടയ്ക്ക് വേറെ അവന്മാരെ കാണുവാണെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾമാരെ നെഞ്ചത്തോട്ട് കയറാൻ ചെല്ലും. ഓക്കെ, ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അവർ പോയത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ മക്കൾക്കും അവരുടെ അമ്മയ്ക്കും ഒക്കെ വേണ്ടി അവർ UK യിലോ അവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്തത്. അതൊരു ഗവൺമെന്റ് ജോലി വിട്ടിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് അവരുടെ വീടിന്റെ ഒരു ഇതുണ്ട്. ഇരുന്നത് ഇതിന്റെ പണികൾ പൂർത്തീകരിച്ച് ഈ റൂമിൽ അമ്മയും കുഞ്ഞുങ്ങളും ഇവിടെ താമസിപ്പിക്കുന്നതാണ്. അതെ, മനുഷ്യന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. ദൈവനിശ്ചയമാണല്ലോ ഓരോരുത്തരും ലോകത്തു നിന്നുള്ള വിടവാങ്ങൽ എന്ന് പറയുന്നത്. ഈ മാസം 28-ാം തീയതി എൻ്റെ ഒരു ബെഡ്റൂമും കിച്ചണും അടുക്കളയും ടോയ്ലറ്റും കൂടെ ശരിയാക്കിയിട്ട് അമ്മയും കുഞ്ഞുങ്ങളെ അതിലാക്കണം. ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത്ര സുരക്ഷിതമല്ല. എന്നെ ദിവസവും വിളിക്കുമായിരുന്നു. വളരെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാറുള്ളൂ. രഞ്ജിത ജീവിക്കുന്നത് തന്നെ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാന്ന് പറയുമായിരുന്നു. രഞ്ജിത ഏകദേശം ഒരു ജനുവരി 1 തന്നെ അവിടുത്തെ കോന്നിലുള്ള വീട് വിറ്റതിന് ശേഷമായിട്ട് ഇവിടെ അച്ഛനെ അടയ്ക്കാനടുത്ത് തന്നെ ഒരു വീട് പണിത് അമ്മയും കുഞ്ഞുങ്ങളെ അവിടെ ആക്കിയിട്ട് പിന്നെ ഒന്നെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു ജോലി നോക്കുക, അതല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കുക എന്നുള്ളതായിരുന്നു. ഫെബ്രുവരി ആദ്യം തന്നെ വീടിൻ്റെ പണി തുടങ്ങി. അതിന് ശേഷമായിട്ട് പണി എളുപ്പം കയറി താമസിക്കുന്നുള്ള വളരെ ആഗ്രഹത്തോടുകൂടിയാണ് പണികൾ നടന്നുകൊണ്ടിരുന്നത്. എന്നെ ഏൽപ്പിച്ച അന്ന് മുതൽ ഇതിൻ്റെ പണികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മാസത്തിന് മുമ്പ് ഒന്ന് വന്നിട്ട് പോയതാണ്. അന്ന് ഇവിടെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അതിൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം ശരിയാക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ പേപ്പറുകളെല്ലാം ഒപ്പിട്ടിന് പോയിട്ട് പിന്നെ പെട്ടെന്ന് ഒരു പേപ്പറിൽ ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ശനിയാഴ്ച പോയിട്ട് 5 മണിക്കായപ്പം ഇവിടെ വന്നിട്ട് പിന്നെ എന്നെ വിളിച്ചതുപോലെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഈ മാസം 28-ാം തീയതി എൻ്റെ ഒരു ബെഡ്റൂമും കിച്ചണും അടുക്കളയും ടോയ്ലറ്റും കൂടെ ശരിയാക്കിയിട്ട് അമ്മയും കുഞ്ഞുങ്ങളെ അതിലാക്കണം. ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് അത്ര സുരക്ഷിതമല്ല. വീട് അത്ര സെക്യൂരിറ്റി അല്ലെന്നാണ് പുള്ളിക്കാരൻ പറയുകയൊക്കെ ചെയ്യുന്നത്. പോരാത്തിന് അമ്മയ്ക്ക് ക്യാൻസറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഭർത്താവിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഈ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതായിട്ട് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം പോകുന്ന ചില നാറികളുണ്ട്, ചെറ്റകൾ. ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി മാത്രം പോകുന്നവർ. എൻ്റെ കുഞ്ഞിനെ ഞാനാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്ന കുറേ ചെറ്റകളുണ്ട്. പല ആൾക്കാരും ഉണ്ട് ഇവിടെ. കേരളം ആധാരിക്കുന്ന എന്താ പറയണ്ടേ, പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ചെറ്റകളുണ്ട്. അവന്മാർ ഉൾപ്പെടെയും ഇങ്ങനെയൊക്കെയാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരുമ്പം നമ്മൾ ചില കാര്യത്തിലോട്ടങ്ങ് പോയി പോകുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ജിനു ചേട്ടൻ്റെ ചാനലിൽ വന്ന ആ ഒരു ബിബി ചേട്ടൻ്റെ ജിനു ചേട്ടൻ്റെ വോയിസ് ആണ് ഈ പറയുന്ന ഭർത്താവിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളതൊന്ന് കേട്ട് നോക്കുക. രഞ്ജിതയുടെ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് അന്വേഷിക്കാൻ കാരണം. രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ചും ഇവര് എങ്ങനെയാണ് ഡൈവോഴ്സ് ആയത്, ഭർത്താവ് തിരിച്ചു വരുന്നു, മക്കളെ നോക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് എവിടെ എന്നൊക്കെയുള്ള കുറേ റൂമറുകൾ ഒരുപാട് ചാനലുകളിൽ വന്നായിരുന്നു, ഈ മോങ്ങാണിക്കാത്ത ചാനലുകളിൽ. അപ്പൊ ഈ രഞ്ജിതയുടെ ഭർത്താവ് എവിടാന്ന് സ്വാഭാവികമായിട്ടും വലിയൊരു ചോദ്യം അന്ന് വന്ന്, എവിടാണ് രഞ്ജിതയുടെ ഭർത്താവ്, ആരാണ് ഭർത്താവ്, എന്തുകൊണ്ട് ഇവർ ഡൈവോഴ്സ് ആയി? കാരണം അത്രയും ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് വന്ന ഒരു ന്യൂസ് അല്ലേ. അങ്ങനെ ഞാൻ ഇത് അവരുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയായിട്ട് അന്വേഷിച്ചപ്പോഴത്തേനും, ഒരാളുമായിട്ടല്ല, ഞാനൊരു 3-4 പേരുമായിട്ട് ഈ വിഷയം അന്വേഷിച്ചപ്പോഴത്തേന് ഇവരുടെ കല്യാണം കഴിഞ്ഞ 2009 ഈ കല്യാണം കഴിഞ്ഞത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവര് വളരെ സന്തോഷത്തോടെ ഈ സലാലയിലൊക്കെ ജോലിക്കൊക്കെ പോയിരുന്നെന്നൊക്കെ അറിയുന്നത്. അന്ന് കോഴഞ്ചേരി നേഴ്സായിരുന്നു. അതിനുശേഷം സലാലയിൽ ഒരു കക്ഷി എന്നോട് പറഞ്ഞ് ലവ് മാരേജ് ആണെന്നും പറയുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. ലവ് മാരേജ് ആണെന്ന് ഒരു കക്ഷിയോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞേ. ഈ പുല്ലാടിന് ഒരു 7 കിലോമീറ്റർ ദൂരമുള്ള നമ്മുടെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് ലവ് മാരേജ് ആണ്. ബാക്കി 2 പേരും പറഞ്ഞ് അറേഞ്ച്ഡ് ആയിട്ട് നടത്തിയ മാരേജ് ആണ്. ഇതേപോലെ സലാലയിലൊക്കെ പോയി ജോലിക്ക് പോയതിനു ശേഷം പുള്ളി ഇതേപോലെ എക്സ് മിലിറ്ററി ആയിരുന്നു, മിലിറ്ററിയോ നേവിയോ ആ ഒരു ഇതാണ് പുള്ളിയുടെ, കേന്ദ്ര ഗവൺമെന്റ് സ്റ്റാഫാണ്. അതിനുശേഷം പുള്ളി 15 വർഷം കഴിഞ്ഞ് VRS എടുത്തു വന്ന് പിന്നെ ജോലിക്ക് പോയിട്ടില്ല. പിന്നെ ജോലിക്ക് പോവാതെ മുഴുനീള മദ്യപാനമായിരുന്നു. ഓക്കെ, ആ ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത്. നല്ല കുടിയനും അതും ഇതുമാണ്. അവന് നല്ല വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 വീടും ഉണ്ട് അവന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം കിട്ടുന്ന പൈസയ്ക്ക് വെള്ളം അടിച്ച് ദൂർത്തടിച്ച് കളയുകയും ചെയ്യുക. അപ്പം മക്കളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഞാൻ കൊച്ചുങ്ങളെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് ചെന്നാൽ പോലും ഇവനെ അടുപ്പിക്കരുത്. എൻ്റെ പൊന്ന് മക്കളെയല്ല അവരുടെ ബന്ധുക്കാരെ ദയവ് ചെയ്തിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി നമുക്കും കൂടെ പ്രാർത്ഥിക്കാം. നാളെ 7 മണിയാകുമ്പോൾ ബോഡി കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ബോഡിയും കാര്യങ്ങളും എത്തും, വൈകിട്ടായിരിക്കും അവരടക്കമൊക്കെ ചെയ്യുന്നത്. എന്തായാലും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ആരെങ്കിലും ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ അത്രയും കൂടെ നല്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.